ക്യാരക്ടർ ഇപ്പോൾ നമുക്ക് പറഞ്ഞുകൂടല്ലോ. എന്നാലും ഞാൻ മമ്മൂക്കയുടെ അമ്മ ക്യാരക്ടറാണ്, അമ്മയായിട്ടാണ് ചെയ്യുന്നത്. അതെനിക്ക് രണ്ടാമത്തെ തവണയാണ്. എൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിൽ മമ്മൂക്കയുടെ ഉമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി, അതും നിങ്ങളെ പോലെ തന്നെ ഞാനും കൗതുകത്തോടെ നോക്കുന്നു. അങ്ങനെ ഫ്ലോയിൽ വന്നതാണ്, അല്ലാതെ നമ്മൾ എനിക്ക് അങ്ങനെയുള്ള റോൾസാണ്. ആ ഇടയ്ക്കും കോമഡി ചെയ്യുന്നുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ട് സൂത്രധാരൻ, പിന്നെ പരിണയം, അങ്ങനെ ഒരു വെറൈറ്റി ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് അത് കണ്ടില്ല. യൂഷ്വൽ സാധാരണ വീട്ടിലെ ചേച്ചി അമ്മ അങ്ങനെയൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഇപ്പോൾ റോഷാക്ക് കഴിഞ്ഞു, ഇപ്പോൾ ഇതിലൊരു വെറൈറ്റി കിട്ടണം. അതൊരു എന്താ പറയുക, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിൻ്റെ വെറൈറ്റി ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളത്, അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതെ, സത്യമാണ്. എനിക്ക് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ കോമഡി, എനിക്ക് എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ, മോളോടെ കാണുമ്പോൾ ചോദിക്കും അമ്മ ഭയങ്കര കോമഡി ആയിരിക്കില്ലേ വീട്ടിൽ. അപ്പോൾ വളരെ അങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് അങ്ങനെയില്ല, കോമഡി പറഞ്ഞാൽ എനിക്ക് ചിരിക്കാനും ഒരുപാട് ഇഷ്ടമാണ്, കേൾക്കാനും ഇഷ്ടമാണ്. പക്ഷേ കോമഡി എനിക്ക് ഭയങ്കര എപ്പോഴും പണ്ട് നമ്മുടെ അറിവിൽ അവരെ കയ്യിൽ നിന്നിട്ട് ചെയ്യണം. പിന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടർ അങ്ങനെയൊന്നുമല്ല, പക്ഷേ എനിക്ക് സീരിയസ് റോൾസൊക്കെയാണ് കൂടുതലിഷ്ടം. പക്ഷേ സംഭവിച്ചു, പക്ഷെ അത് വന്നപ്പോൾ അതും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം, അതാണത്. പക്ഷെ എനിക്ക് ഇതും ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ശ്രീകൃഷ്ണപുരം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും പറയാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമല്ലേ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ. കാരണം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ മോളടക്കം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അത് ഓർത്തിരിക്കണോ, അത് എൻജോയ് ചെയ്യണോ, നമ്മളോട് പറയണോ എന്നൊക്കെ പറയണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് സന്തോഷമാണ്. കാരണം അന്ന് ആ മൂവി ഇറങ്ങിയപ്പോൾ വലുതായിട്ടൊന്നും ഓടിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. അപ്പോൾ പിന്നീട് ടി വിയിൽ വന്നപ്പോഴാണ് കൊച്ചു കുട്ടികൾ വരെ ഭയങ്കര ഫാൻസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഞാനോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രി വരെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. പിന്നെ സിനിമ വന്നപ്പോൾ ഇതൊക്കെ ഒരു ഡ്രീം റോൾ തന്നെയാണ്. ഇപ്പം മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റുക, പിന്നെ അതുപോലെ റോഷാക്കിലെ ഒരു മെല്ലെ വന്നിട്ട് പെട്ടെന്നൊരു ചേഞ്ചിലേക്ക് പോകുന്നൊരു ക്യാരക്ടർ, അതുപോലെ എന്താ പറയുക ശക്തമായ കഥാപാത്രങ്ങൾ, ആരും ഇതുവരെ കാണാത്ത കഥാപാത്രങ്ങൾ കിട്ടണമെന്ന് എല്ലാവരെ പോലെയും എനിക്കും ആഗ്രഹമുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ സായിച്ചേട്ടൻ ഇതുപോലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക അവരെയൊക്കെ ഡാന്ന് വിളിക്കാനൊക്കെ പറ്റുന്ന ഒരു എൻജോയ് ചെയ്യുന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ബസ് കണ്ടക്ടർ ആകുമ്പം മമ്മൂക്കേനെ അങ്ങനെയൊക്കെ തോളത്തൊക്കെ തട്ടുക എന്നൊക്കെ പറയണത് അങ്ങനെ ഒക്കെ സാധിക്കുക. പിന്നെ അതുപോലെ ലാലേട്ടൻ്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര നമ്മളെന്താ പറയുക ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ.